അസമിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ പുതിയ വഴിത്തിരിവ് സൃഷ്ടിച്ചുകൊണ്ടാണ് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പുറത്തുവന്നത്. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള BJP സഖ്യം തുടർച്ചയായ മൂന്നാം തവണയും അധികാരത്തിലെത്തിയത് സാധാരണ വിജയം മാത്രമല്ല, മറിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിന്റെ സ്വഭാവം തന്നെ മാറ്റുന്ന ചരിത്ര നേട്ടമായി വിലയിരുത്തപ്പെടുന്നു. ഭരണവിരുദ്ധ വികാരങ്ങൾ സ്വാഭാവികമായി ഉയർന്നുവരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പോലും അതിനെ മറികടന്ന് വ്യക്തമായ ഭൂരിപക്ഷത്തോടെ വിജയിക്കാനായത് ഹിമന്തയുടെ രാഷ്ട്രീയ നൈപുണ്യത്തിന്റെ ജനങ്ങളുമായി പുലർത്തുന്ന ബന്ധത്തിന്റെയും തെളിവാണ്. അസമിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരേ മുന്നണി തുടർച്ചയായി 3 തവണ അധികാരത്തിലെത്തുന്നത് അപൂർവമായ സംഭവമാണ്. മുൻകാലങ്ങളിൽ അധികാരമാറ്റം സാധാരണമായിരുന്ന സംസ്ഥാനത്ത് ഈ ഹാട്രിക് വിജയം BJPയുടെ ശക്തമായ പിടിമുറുക്കത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പരമ്പരാഗത വോട്ട് ബാങ്കുകൾ പോലും ക്രമേണ BJPയിലേക്ക് മാറിയതിൽ ഹിമന്ത ബിശ്വ ശർമ്മയുടെ തന്ത്രപരമായ ഇടപെടലുകൾ നിർണായകമായി. വികസന പദ്ധതികളും തദ്ദേശീയമായ വികാരങ്ങളും സമന്വയിപ്പിച്ച അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ശൈലി വിവിധ സാമൂഹിക വിഭാഗങ്ങളിലെയും വോട്ടർമാരെ ആകർഷിക്കാൻ സഹായിച്ചു. ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ഘടകങ്ങൾ നിരവധി തലങ്ങളിലായി വ്യാപിച്ചിരിക്കുന്നു. സ്ത്രീ വോട്ടർമാരെ കേന്ദ്രീകരിച്ചുള്ള ക്ഷേമ പദ്ധതികൾ അതിൽ പ്രധാനമാണ്. ഓരണോദോയ് പോലുള്ള പദ്ധതികളിലൂടെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന സ്ത്രീകളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് സാമ്പത്തിക സഹായം എത്തിച്ചതോടെ അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടതും ഭരണത്തോടുള്ള വിശ്വാസം വർദ്ധിച്ചതുമാണ് പ്രധാന ഘടകം. ഇതുവഴി സ്ത്രീകളെ കേന്ദ്രീകരിച്ച ഒരു ശക്തമായ വോട്ട് ബാങ്ക് BJPക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു. അടിസ്ഥാന സൗകര്യ വികസനവും ഈ വിജയത്തിന്റെ മറ്റൊരു തൂണായി മാറി. ബ്രഹ്മപുത്ര നദിക്ക് മുകളിൽ നിർമ്മിച്ച പുതിയ പാലങ്ങൾ, ഗ്രാമീണ മേഖലയിലേക്കും നഗരങ്ങളിലേക്കും വ്യാപിപ്പിച്ച റോഡ് വികസനം, ആരോഗ്യരംഗത്ത് സ്ഥാപിച്ച മെഡിക്കൽ കോളേജുകൾ എന്നിവ സംസ്ഥാനത്തിന്റെ വികസനമുഖം ശക്തിപ്പെടുത്തി. ഈ പദ്ധതികൾ വെറും വാഗ്ദാനങ്ങളായി നിൽക്കാതെ ജനങ്ങൾ നേരിട്ട് അനുഭവിക്കുന്ന മാറ്റങ്ങളായി മാറിയത് വോട്ടർമാരുടെ മനസ്സിൽ വലിയ സ്വാധീനം ചെലുത്തി. തദ്ദേശീയതയുടെ സംരക്ഷണവും BJP വിജയത്തിൽ നിർണായക ഘടകമായി. മണ്ഡലം പുനർനിർണയത്തിലൂടെ പ്രാദേശിക സമൂഹങ്ങൾക്ക് കൂടുതൽ രാഷ്ട്രീയ പ്രതിദാനം ഉറപ്പാക്കുകയും തദ്ദേശീയ ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള നടപടികൾ ശക്തമാക്കുകയും ചെയ്തു. കൂടാതെ അനധികൃത കുടിയേറ്റത്തിനെതിരെ സർക്കാർ എടുത്ത കർശന നിലപാട് സംസ്ഥാനത്തിന്റെ ജനതയിൽ സുരക്ഷാ ബോധം വളർത്തി. BJPയോടുള്ള പിന്തുണ കൂടുതൽ ഉറപ്പിച്ചു. ഇതിനൊപ്പം പാർട്ടിയുടെ ശക്തമായ സംഘടനാ സംവിധാനവും ഹിമന്ത ബിശ്വ ശർമ്മയുടെ വ്യക്തിപ്രഭാവവും വിജയത്തിന് വലിയ അടിത്തറയായി. ഗ്രാമതലത്തിൽ നിന്ന് സംസ്ഥാന തലം വരെ വ്യാപിച്ച പാർട്ടി ഘടനയും പ്രവർത്തകരുടെ സജീവ ഇടപെടലുകളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ കാര്യക്ഷമമാക്കി. മറുവശത്ത് കോൺഗ്രസ് നയിച്ച പ്രതിപക്ഷ സഖ്യം ഈ ശക്തമായ തന്ത്രങ്ങളെ ചെറുക്കുന്നതിൽ പരാജയപ്പെട്ടു. ഏകോപനക്കുറവും വ്യക്തമായ നേതൃപരമായ ദിശാബോധത്തിന്റെ അഭാവവും പ്രതിപക്ഷത്തെ ദുർബലമാക്കി. പ്രധാന നേതാക്കളിൽ ഒരാളായ ഗൗരവ് ഗൊഗോയ് വരെ തോൽവി നേരിട്ടത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി. ഭിന്നിച്ചു നിന്ന പ്രതിപക്ഷം BJPക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഒരുക്കി. ഈ വിജയം ഹിമന്ത ബിശ്വ ശർമ്മയെ വടക്കുകിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും സ്വാധീനമുള്ള നേതാക്കളിൽ ഒരാളായി ഉയർത്തിയിരിക്കുകയാണ്. അസമിൽ BJP പടുത്തുയർത്തിയ ശക്തമായ ഭരണ അടിത്തറ ഇനി ദേശീയ രാഷ്ട്രീയത്തിലും വലിയ പ്രതിഫലനം സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. മൂന്നാം തവണയും അധികാരത്തിലെത്തിയ സാഹചര്യത്തിൽ വികസനത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് സംസ്ഥാനത്തെ നയിക്കാനുള്ള വലിയ ഉത്തരവാദിത്തമാണ് ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് മുന്നിലുള്ളത്. ജനങ്ങളുടെ പ്രതീക്ഷകൾ ഉയർന്നിരിക്കുന്ന ഈ ഘട്ടത്തിൽ സാമ്പത്തിക വളർച്ച, തൊഴിലവസരങ്ങൾ, സാമൂഹിക ക്ഷേമം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അസമിനെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കേണ്ട വെല്ലുവിളിയാണ് അദ്ദേഹത്തെ കാത്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.